ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന BRCയുമായി ബന്ധപ്പെട്ട് ഫണ്ട് ക്രമക്കേട് നടന്നതായി ഗുരുതര ആരോപണവുമായി മുൻ നഗരസഭാ കൗൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കൽ. കുട്ടികളുടെ പേരിൽ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സ്വീകരിച്ച തുകകൾ ക്രമവിരുദ്ധമായി കൈകാര്യം ചെയ്തതായാണ് ആരോപണം. നമ്മളെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന പാവപ്പെട്ട കുട്ടികൾ, അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനത്തെ ഒരു സംവിധാനം കൊടുത്തിട്ടുള്ളത്. BRC ആണ്. ആ കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞ് എവരെടുത്ത് പോയാലും, കമ്പനി ആയാലും സ്വകാര്യ വ്യക്തികളായാലും സ്ഥാപനങ്ങളായാലും ആരായാലും അതിലേക്കൊരു സഹായം ചോദിച്ചാൽ പണം ഇട്ട് കൊടുക്കും. സ്വാഭാവിക ഇങ്ങനത്തെ കുട്ടികൾക്കാകുമ്പോ. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾക്ക് പണം ഇട്ടുകൊടുത്ത പണം അത് അനധികൃതമായി ആ പണം ചെലവഴിക്കുകയും കണക്കില്ലാത്ത പണങ്ങൾ തിരിമറി നടത്തിയത് സംബന്ധിച്ച് ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ അതിന്റെ ഉന്നതനായ ഉദ്യോഗസ്ഥനായ മനോജിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം കംപ്ലീറ്റ് പോയിട്ടുള്ളത്. 3 ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ പോയിട്ടുള്ളത്. അപ്പൊ ഇതിൻ്റെ ഉള്ളില് ഈ പണം ഓഹരി വെക്കുകയും ഈ പണം കൊണ്ട് അവിടെ മറ്റുള്ള കൂട്ടത്തിലുള്ള അധ്യാപകരും മറ്റും ചെലവഴിക്കുകയും ചെയ്തപ്പോൾ ആ കാര്യങ്ങളിൽ അധ്യാപകന്മാർ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് കൂടുതൽ അറിവുകളും ഇതിനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ അവിടെ 9 മാസം ജോലി ചെയ്ത ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ ജോലി ചെയ്തെന്ന് പറയുകയല്ലാതെ ആ അധ്യാപകന് ശമ്പളം കൈപ്പറ്റി. പക്ഷെ ആ സ്കൂളിൽ പറഞ്ഞ പ്രകാരം സ്കൂളിൽ പങ്കെടുത്ത് പഠനം നടത്തിയതല്ല അധ്യാപകൻ ചെന്നത് 2 ദിവസം 9 മാസം സാലറി പറ്റി. ഞാനിത് പത്രക്കാരുടെ മുമ്പിൽ വെറുതെ അങ്ങനെ പറയുന്നല്ല, തെളിവുകളുടെയും വിവരാവകാശ നിയമങ്ങളുടെയും സാഹചര്യങ്ങളും തെളിവുകളും വെച്ച് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അധ്യാപിക പ്രസവിച്ച് കിടക്കുമ്പോൾ പ്രസവത്തിന്റെ 24 ദിവസം ഇവിടെ അറ്റൻഷൻ റൈസറിൽ ഒപ്പിട്ടിട്ടുണ്ട്, സാലറി മേടിച്ചിട്ടുണ്ട്. അതും ഞാൻ നിങ്ങളുടെ മുമ്പാകെ തെളിവുകൾ ഹാജരാക്കാം. അപ്പം ഈ മനോജ് കുമാറും സംഘവും ഇവിടുത്തെ BRC കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് തിരിമറി നടത്തുകയും വീതം വെക്കുകയും ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആഭ്യന്തരമന്ത്രിക്കും അതേപോലെ ഏജൻസിയായ വിജിലൻസ് ഡയറക്ടർക്കും DGPക്ക് അടക്കം പരാതി കൊടുത്തത്. DGPയുടെ അന്വേഷണപ്രദമായി എന്നെ വിളിപ്പിക്കുകയും നിലമ്പൂർ സ്റ്റേഷനിലെ SI തോമസ് എന്റെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫണ്ട് 3 ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായും ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ഇസ്മായിൽ പറഞ്ഞു. BRCയിൽ 9 മാസം ശമ്പളം വാങ്ങിയ അധ്യാപകൻ ജോലി ചെയ്തത് 2 ദിവസം മാത്രമാണെന്നും പ്രസവാവധിയായിരുന്ന അധ്യാപിക ഹാജർ രേഖപ്പെടുത്തി ശമ്പളം കൈപ്പറ്റിയെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിന് രേഖകൾ കൈവശമുണ്ടെന്നും ഇസ്മായിൽ വ്യക്തമാക്കി. ഫണ്ട് ക്രമക്കേട് ആരോപിച്ച് ധനമന്ത്രിക്കും ബന്ധപ്പെട്ട ഡയറക്ടർക്കും DGPക്കും പരാതി നൽകിയതായും പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ പോലീസ് മൊഴിയെടുത്തതായും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ നിലവിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണെന്നും ഇസ്മായിൽ അവകാശപ്പെട്ടു. BRCയുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷകൾക്ക് പരസ്പര വിരുദ്ധമായ മറുപടികൾ ലഭിച്ചതായും ഇത് സംബന്ധിച്ച് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുമെന്നും മുൻ കൗൺസിലർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ഷോപ്പിംഗിൽ നിലമ്പൂരിന്റെ യഥാർത്ഥ ഫീലിംഗ്സ്. മികച്ച ഫർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ ഹോമെക്സ് ഫർണിച്ചേഴ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇണങ്ങിയ പ്രീമിയം കസ്റ്റമൈസ്ഡ് സോഫാസ്, ലിവിംഗ് റൂം ആക്സസറീസ് എന്നിവ നിർമ്മിച്ചു നൽകുന്നു. ഹോമെക്സ് ഫർണിച്ചേഴ്സ്, വടപുറം, നിലമ്പൂർ. Nature's masterpieces crafted in natural diamond jewelry. Malabar Gold and Diamonds presents Nuva, nature's finest creations. Charitra Vivag Bridal Collections by Shobhika Weddings.